ഹേ ഗായ്സ്, ആൽബിറാണ്. യെസ്, നമ്മുടെ മോട്ടിവേഷൻ്റെ വീഡിയോ ഇട്ടപ്പോഴേ അതിനടിയിൽ ഒരാൾ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് വേഗം തുടങ്ങാൻ പറ്റുക. നമുക്ക് നമ്മുടെ ഒരു ചായ വയ്ക്കുന്ന സമയം മതി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. സത്യം അത് അത്രയും വേണ്ട. നമുക്ക് നോക്കി നോക്കിയാലോ, നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കൂടെ മിനിമം ഉണ്ട് കേട്ടോ. അത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുക. പിന്നെ ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാം. നിങ്ങളവിടെ ഫോൺ എടുക്കാം. ഫോൺ എടുക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ അമ്മിന് മോളുണ്ട്. ആ ഫോണിൽ യൂട്യൂബ് എടുക്കുക. എന്നിട്ട് ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ അടിയിലായിട്ട് ഒരു യു എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ ഉണ്ടാവും. നിങ്ങളുടെ ഏത് മെയിൽ ഐ ഡി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ചായ ഓണാക്കിയില്ല. ഓക്കെ, അപ്പോൾ ഏത് മെയിൽ ഐ ഡി ആണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ഐ ഡിയിൽ ഫസ്റ്റ് ലെറ്ററിൻ്റെ ഒരു സിമ്പിളായിട്ട് ഉണ്ടാവും. അതിൽ എൻ്റെ അമ്മയുടെ ലൈസി എന്നാണ് പേര്. അപ്പോൾ എല്ല് വെച്ചിട്ടാണ് മെയിൽ ഐ ഡി. അപ്പോൾ എല്ല് എന്നാണ് ഇവിടെ സൈഡിലുണ്ടാവുക. നിങ്ങളിപ്പോൾ എ വെച്ചിട്ടാണ് പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്നായിരിക്കും. അപ്പോൾ ഈ മൂലയ്ക്കുള്ള അതായത് റൈറ്റ് സൈഡിൽ ഏറ്റവും അടിയിലായിട്ടുള്ള യുവിൽ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് മെയിലിൽ നോക്കുമ്പോൾ നിങ്ങളുടെ പേരും അതിനടിയിൽ ക്രിയേറ്റ് എ ചാനൽ എന്ന് പറഞ്ഞിട്ട് സംഭവം കാണാം. ക്രിയേറ്റ് എ ചാനൽ അതിൽ ക്ലിക്ക് ചെയ്യും. യെസ്, ഇപ്പോൾ നിങ്ങൾക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യണ ഒരു പരിപാടിക്ക് ആയിട്ട് സാധനം കിട്ടും. അതിൽ നിങ്ങൾ ഏത് ഫോട്ടോ ആണ് ഇടുന്നത് അതിനെ പറ്റി, അതായത് ഇങ്ങനത്തെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ തുടങ്ങുന്നത്. ടെക് ആണോ, മീൻസ് അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ ആണോ, അല്ലെങ്കിൽ വ്ളോഗിൻ്റെ ആണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ, ആ ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ എടുത്ത് ആ ബ്ലൂ കളറിലുള്ള നമ്മുടെ സിമ്പിളില്ലേ, നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു രൂപമായിട്ടൊരു സിമ്പിളുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗാലറി എടുക്കും. ഗാലറിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇതിലിപ്പോൾ ഏതെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്യാം. ഫോട്ടോ എടുക്കുക. എന്നിട്ട് അടിയിൽ സേവ് ആസ് പ്രൊഫൈൽ പിക്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യും. ഇപ്പം നമ്മുടെ ഫോട്ടോ അവിടെ വന്നിട്ടുണ്ടാവും ഇല്ലേ? യെസ്, ഇത് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ പേര് ചേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ടത്തൊരു വേണ്ട. പിന്നെ അതിൻ്റെ ഇടയിൽ ഹാൻഡിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഹാൻഡിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക ഏറ്റവും ബെറ്റർ. ഞങ്ങൾ ചേഞ്ച് വരുത്തുന്നുണ്ട്. ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് എ ചാനൽ എന്നുള്ള സംഭവമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിന് മുന്നേ നമുക്കൊരു കാര്യമുണ്ട്. ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന തിരക്കിനിടയിലേ ചാനൽ മനസ്സേറി ഇടാൻ പറഞ്ഞു. അതിലിട്ടാ ഒരു മിനിറ്റേ. ഓക്കെ, അപ്പോൾ നമ്മൾ പേരും ഫോട്ടോയും ഹാൻഡിലും കറക്റ്റായിട്ട് കൊടുത്തു ഇല്ലേ? ഇത് നമ്മൾ ക്രിയേറ്റ് ചാനൽ. യെസ്, നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇനി ആ അടിയിലുള്ള ആ മൂലയിൽ റൈറ്റ് സൈഡിൽ മൂലയിലുള്ള സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത യുവിൽ ക്ലിക്ക് ചെയ്ത് നോക്കി. എന്നിട്ട് ലൈസിൻ്റെ അടിയിൽ കണ്ട വ്യൂ ചാനൽ എന്ന് നിങ്ങളുടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൻ്റെ അപ്പുറത്തായിട്ട് വ്യൂ ചാനൽ എന്നൊരു സംഭവമുണ്ട്. ആ വ്യൂ ചാനലിൽ ക്ലിക്ക് ചെയ്ത് കണ്ടോ, നമ്മുടെ ചാനൽ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കണം. ഇനി നമുക്ക് ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ അല്ലെങ്കിൽ അടിയിൽ പ്ലസ് ഐക്കൺ അതിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ചാനൽ എങ്ങനെയാണ് തുടങ്ങാമെന്ന് മനസ്സിലായില്ലേ? ഇത്രയ്ക്കുള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഇനി നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തു നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ടിപ്പുകൾ ഞാൻ പറഞ്ഞു. ചായ തിളച്ചിട്ടില്ല, ചായ എപ്പോഴും തിളച്ചിട്ടില്ലേ? ചായ തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വേറെ ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ക്ലോസ് ചെയ്തു. ഈ ടിപ്പുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പുകൾ വളരെ സിമ്പിളാണ്. നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഡയറക്റ്റ് യൂട്യൂബിൽ ഇടാണ്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ യൂസ് ചെയ്യുക. കറങ്ങിൽ അല്ലെങ്കിൽ യൂസ് ബ്രൗസർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. എന്നിട്ട് അതിൽ യൂട്യൂബ് ചാനൽ നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ക്ലാരിറ്റി കൂടുതൽ കിട്ടാനായിട്ട് സാധ്യത അതിലാണ്. പിന്നെ ലോ ഡിഫോൾട്ട്സിൽ പോയിട്ട് കുറച്ച് ചേഞ്ചുകൾ വരുത്തണം. അതിന് മുന്നേ നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, വേറെ ഏതെങ്കിലും ബ്രൗസറിൽ പോയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യണേക്കാളും മുന്നേ അതിൻ്റെ അടിയിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സ് കാണാൻ പറ്റും. ആ സെറ്റിങ്സിൽ അമർത്തി കഴിഞ്ഞാൽ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ് ഡിഫോൾട്ട്സിൽ ഡിസ്ക്രിപ്ഷനും ടാഗുകളും
പിന്നെ ഏതാ കീവേഡ്സ്, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയ്ക്കും നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഫസ്റ്റ് സെറ്റ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസ് കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറഞ്ഞ് അധികം ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത് മാത്രം. പിന്നെ കൂടുതൽ വീഡിയോസ് ഇടുന്നെങ്കിൽ തന്നെ യൂട്യൂബിൽ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാണ്ട് ഞാൻ വല്ല ബ്രൗസറിൻ്റെ സഹായത്തോടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്ന വരെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.